വാഹനങ്ങളൊക്കെ വാങ്ങാൻ നോക്കുന്നവർക്ക് ഏറ്റവും റേറ്റ് കുറച്ച് ഏറ്റവും ഓഫറിൽ കിട്ടുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഓണം, ക്രിസ്മസ് പോലെയുള്ള അല്ലെങ്കിൽ ന്യൂ ഇയർ പോലെയുള്ള സമയങ്ങളാണല്ലേ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് സുസുക്കിയുടെ കോട്ടയത്തെ ഷോറൂമിലാണ്, ജി സ്ക്വയർ സുസുക്കി. അപ്പോൾ ഇവിടെ ക്രിസ്മസ്, ന്യൂ ഇയർ ഓഫേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ, ബാ. ഓഫേഴ്സ് നോക്കുമ്പോഴത്തേക്കും ബേസിക്സ് ആക്സറീസ് പ്ലസ് RSA സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ജി സ്ക്വയർ സുസുക്കിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു ഓഫർ പ്രമാണിച്ച്. അതോടൊപ്പം തന്നെ നമുക്ക് ബാങ്ക് എംപ്ലോയീസിന് 2500 രൂപ വരെ ക്യാഷ് ഓഫറും, പിന്നെ അത് സ്കൂട്ടേഴ്സിനാണ് കിട്ടുക. അതേപോലെ തന്നെ വിസ്റ്റോമിലേക്ക് വരുമ്പോഴത്തേക്ക് 15000 രൂപ വരെ ക്യാഷ് ഓഫറും കിട്ടുന്നുണ്ട്. അതേപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിസ്റ്റോമിനും ജിക്സർ SF-നും 10000 രൂപ എക്സ്ചേഞ്ച് ഓഫറും 6000 രൂപ ക്യാഷ് ബാക്ക് ഓഫറുമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പം ജിക്സർ നെക്കഡ് മോഡൽ നോക്കുകയാണെങ്കിൽ ഇയർ ബാഗ്സ് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. 30000 രൂപ വരെയുള്ള ബെനിഫിറ്റ്സ് ആണ് ഇയർ ബാഗ് മോഡൽസിന് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമുക്ക് സുസുക്കിയുടെ വാഹനങ്ങൾക്കൊക്കെ വാറണ്ടി സൈഡ് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം 2 വർഷം അല്ലെങ്കിൽ 24000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി കിട്ടുക. 10 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും സുസുക്കി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ശരിക്കും സുസുക്കിയുടെ ഇത്തവണത്തെ ഓഫേഴ്സ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന ഓഫേഴ്സാണ്. അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് നമുക്ക് ഓരോ മോഡൽസിനെയും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടല്ലോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അവനീസിൻ്റെ ഒന്ന് നോക്കാം. അവനീസ് ഇപ്പം 2024 മോഡൽ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 വൈബ്രൻറ്റ് കളേഴ്സ് വന്നു എന്നുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല, അതിൽ തന്നെ ഗ്രാഫിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്കൂട്ടർ നോക്കുമ്പോഴത്തേക്ക് അറിയാം വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനും ലുക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ആയി വന്നു. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ റീൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ യെല്ലോ ആയിരുന്നു അന്നൊരു റീൽ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റെഡ് കാണുന്നത് കേട്ടോ. റെഡ് കുറച്ചൊരു അഗ്രസീവ് ഫീലാണ്. അതേപോലെ തന്നെ ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ ഒരു 4 കളേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ബ്ലാക്കിൽ തന്നെ ഗ്രാഫിക്സ് നോക്കിയേ, ഉള്ള ഗംഭീരമായിട്ടുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈനാണ്, കുറച്ചുകൂടി എയറോഡൈനാമിക് ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ വേണ്ടിയിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലുക്ക് എന്തായാലും കിട്ടുന്ന ഒരു സ്കൂട്ടറാണ്. പിന്നെ ഓവറോൾ എല്ലാവർക്കും അറിയാമല്ലോ 125 cc എഞ്ചിനാണ്, 8.7 PS പവറും 10 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രൂവ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഫ്യൂൽ എഫിഷ്യൻസി നോക്കിയാലും ഒരു 60 km/L ഒക്കെയാണ് ഫ്യൂൽ എഫിഷ്യൻസിയിൽ കിട്ടുന്നത്. പ്രൂവ്ഡ് ആയിട്ട് തന്നെ കിട്ടുന്നൊരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് കേട്ടോ. ഓൾറെഡി കസ്റ്റമേഴ്സൊക്കെ വളരെ ഹാപ്പിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ അതേപോലെ ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു LED ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 10x10 നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കോൾ അലേർട്ട്, മെസ്സേജ് അലേർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണുമായിട്ട് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് യൂട്ടിലിറ്റി കാര്യങ്ങൾ നോക്കുവാണെങ്കിലും ധാരാളം യൂട്ടിലിറ്റി സ്പേസ് വെക്കിൽ കിട്ടുന്നുണ്ട്. ഹുക്ക് കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിലും ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തായിട്ടും ഉണ്ട്. പിന്നെ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ചെറിയൊരു ബോക്സി ടൈപ്പിലുള്ള മൊബൈലോ പേഴ്സോ ഒക്കെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെ സ്പേസ് നോക്കുമ്പോഴത്തേക്കും അതും ലാർജ് ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാങ്ക് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ ഒരു 5.2 ലിറ്ററോളം ടാങ്ക് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ റിയർ സൈഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം പമ്പിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. സോ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. റിയർ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതും ആ ഒരു ഡിസൈനിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് ഗ്രാബ് റെയിലും കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സ്കൂട്ടറിൻ്റെ വെയിറ്റ് നോക്കുമ്പോഴത്തേക്കും 106 കിലോ ആണ് കേട്ടോ. ഓവർ വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ലേഡീസിനൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ. പിന്നെ സീറ്റ് ഹൈറ്റ് നോക്കുവാണെങ്കിലും ഒരു 160 mm സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ മെയിൻ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ഇത്ര ഹൈറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടേഴ്സ് സെഗ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും ഇപ്പം സുസുക്കിയുടെ റൈഡ് കണക്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് ഈ ഒരു സ്കൂട്ടറിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സുസുക്കിയുടെ എല്ലാ വാഹനത്തിലും ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ തന്നെ അറിയാൻ വേണ്ടി പറ്റും. കുറേ അധികം അഡ്വാൻറ്റേജ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ അത്. അപ്പോൾ എന്നാലും ഇതിൻ്റെ ഒരു പ്രൈസിംഗ് കൂടെ ഒന്ന് പറയാം. പ്രൈസിംഗ് വരുന്നത് 98,700 സംതിങ് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് എക്സ്ഷോറൂം പ്രൈസിൽ വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ജി സ്ക്വയർ സുസുക്കിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫേഴ്സ് നോക്കുമ്പോഴത്തേക്കും അതിൽ ആഡ് ഓൺ കിട്ടുന്നത് സ്കൂട്ടേഴ്സ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ RSA കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2000-2500 രൂപയോളം വരുന്ന ആക്സസറീസും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അവനീസ് ടെസ്റ്റ് എടുക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ടെസ്റ്റ് എടുക്കുക കേട്ടോ. റൈഡിങ് കംഫർട്ടൊക്കെ ഗംഭീരമാണ്, ഹാൻഡ്ലിംഗ് ഓൾസോ. ഇനിയിപ്പോൾ നമുക്ക് സുസുക്കിയുടെ ബൈക്കിൻ്റെ സീരീസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ജി സ്ക്വയർ സുസുക്കിയിൽ ഇപ്പം ഡിസ്പ്ലേയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജിക്സർ SF എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ, പിന്നെ ജിക്സർ നെക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ, പിന്നെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ സീരീസിലുള്ള നമ്മുടെ വിസ്റ്റോം 250 cc ബൈക്ക്. ഇത് 3 ഉള്ളത്. അപ്പം ഈ 2 ബൈക്ക്സ് ജിക്സറിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ 150 cc ബൈക്കാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 155 cc എയർ കൂൾഡ് ആയിട്ടുള്ള എൻജിൻ ഉള്ള ഒരു 13.6 PS പവറും 13.8 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉള്ള
ഒരു 150cc നോക്കുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു SF എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ലുക്ക് കാണുന്ന പോലെ തന്നെ ഒരു സ്പോർട്സ് ബൈക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ആ ഒരു ടൈപ്പിലുള്ള കുറച്ച് റേസിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൈസിങ് നോക്കുവാണെങ്കിൽ 1,51,000 രൂപ എക്സ് ഷോറൂം പ്രൈസ് കിട്ടുന്നുണ്ട്. അതേസമയം നേക്കിലേക്ക് വരുമ്പോഴത്തേക്കും 1,45,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും എൻജിനും കാര്യങ്ങളുമൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഓവറോൾ ഡിസൈനും പിന്നെ ഹാൻഡ്ലിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ബൈക്കുകളാണ് കൂടുതലും താല്പര്യം. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് ബൈക്കുകൾ കുറച്ചുകൂടി നമ്മുടെ സിറ്റി പർപ്പസിലേക്കൊക്കെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ബൈക്കാണ്. കുറച്ചുകൂടി ഹാൻഡ്ലിംഗ് ഒക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്. നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ ഇടയ്ക്കൂടെയൊക്കെ പെട്ടെന്ന് കയറി പോകണമെങ്കിൽ ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. അതേസമയം ഈ ഒരു SF-ലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലോങ് റൈഡിലേക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണി കിട്ടുന്ന ഒരു ബൈക്കാണിത്. അതേപോലെ ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലാർജ് ഡയമീറ്റർ ഫ്രണ്ട് ഫോക്സ് കാണാം. അതേപോലെ ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വൈബ്രിയുടെ കാലിപ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. രണ്ട് ബൈക്സിനും ഈ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ആകെ നോക്കുമ്പോഴത്തേക്കും ഡിസൈനിലും ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ ആ ഒരു ടോട്ടലി വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ലൈറ്റ്സിലുള്ള വ്യത്യാസം കാണാം. ഇത് കുറച്ചുകൂടെ ഇതിനൊരു കവറിങ് കൊടുത്തിട്ട് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റാണ് ഇതിൽ കാണുന്നത്. ഇതിലൊരു നെക്കഡ് ബൈക്കിൻ്റെതായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ പ്രൈസിങ്ങിൽ കുറച്ച് ചെറിയ രീതിയിലുള്ള വ്യത്യാസവും ഓവറോൾ വരുന്നത്. അപ്പം ഒരു 150cc നോക്കുമ്പോഴത്തേക്കും രണ്ട് കാറ്റഗറി ഓഫ് രണ്ട് സെഗ്മെൻറ്റ് വേണേൽ പറയാം. രണ്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാവുന്ന മോഡലായിട്ടാണ് ജിക്സറിൻ്റെ ഈ രണ്ട് മോഡൽസ് വന്നിട്ടുള്ളത്. അടുത്തത് നമ്മുടെ സുസുക്കിയുടെ V-Storm ആണ്. എൻ്റെ ഓൾ ഫേവറേറ്റ് സുസുക്കിയുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഡ്വഞ്ചർ സീരീസിലുള്ള ബൈക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 250cc ബൈക്കാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ യൂണിറ്റ് നോക്കുമ്പോഴത്തേക്കും ഒരു 26.5 PS പവറും 22 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കാണിത്. നമ്മൾ കുറച്ച് ഓഫ് റോഡ് ട്രയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങും ഹൈറ്റും ഒക്കെ എൻ്റെ ഒരു ഹൈറ്റുള്ള ആളുകൾക്കും കംഫർട്ടബിൾ ആയിട്ട് രീതിയിലുള്ള ഓവറോൾ ഹാൻഡ്ലിങ്ങും ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. സുസുക്കിയുടെ തന്നെ ബിഗ് ഓഫ് റോഡർ ബൈക്സിൽ നിന്ന് തന്നെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു 250cc ബൈക്കിലും വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കൂൾഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതേപോലെ തന്നെ ലോങ് RPM പോലും തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്ന ഒരു ബൈക്ക് കൂടിയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഓഫ് റോഡ് ട്രയൽസ് ചെയ്യുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ ലോങ് പർപ്പസിൽ നമ്മൾ പോവുകയാണെങ്കിൽ കൂടെ ഹാൻഡ്ലിങ്ങും പെർഫോമൻസ് ബേസും നല്ല പുള്ളിങ്ങും നല്ല പവറും കിട്ടുന്ന ഒരു ബൈക്കാണ്. ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു ബൈക്കിന്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ കളർ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും 3 കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ശരിക്കും വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഓഫ് റോഡർ പക്ക ഒരു ഓഫ് റോഡ് മെഷീൻ തന്നെയാണ് ഇത് കേട്ടോ. ഇതൊരു ഓഫ് റോഡ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഒരു നക്കിൾ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വിൻസ്ക്രീൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ബീക്ക് കാണുവാണെങ്കിൽ തന്നെ കുറച്ചൊരു രസമായിട്ടാണ്, വളരെ ഒതുങ്ങിയിട്ടുള്ള രീതിയിലുള്ള നല്ല രസമാണ്. ഒരു കൂർത്തൊരു ഷേപ്പിലാണ് ഓവറോൾ കിട്ടുക. പിന്നെ ഒരു എൻജിൻ കൗള് കൊടുത്തിട്ടുണ്ട്. എൻജിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു സേഫ് ഗാർഡ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ റിയർ സൈഡ് സസ്പെൻഷൻ ശ്രദ്ധിച്ചോ, സ്വിങ് ആൻഡ് ടൈപ്പിലുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പാണ് കേട്ടോ. അതുകൊണ്ട് പില്ലിയനൊക്കെ പോകുന്ന ആളുകൾക്കും ലോങ് പോകുമ്പോൾ പില്ലിയനൊക്കെ ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണി ആയിരിക്കും. അതേപോലെ തന്നെ വീൽ സൈസ് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 19 ഇഞ്ച് വീൽസും റിയർ സൈഡിൽ 17 ഇഞ്ച് വീൽസും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സോസിൻ്റെ ഭാഗങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഡ്യുവൽ എക്സിറ്റ് മഫ്ലർ തുടങ്ങിയിട്ടുള്ള ആ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീൽ ഓവറോൾ ഈ ഒരു ബൈക്കിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,16,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ഈ ഒരു ബൈക്കിന് കിട്ടുന്നത്. അതായത് ഒരു 250cc ബൈക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു മോഡലാണ് സുസുക്കിയുടെ V-Storm. അതേപോലെ G2 സുസുക്കിയുടെ സർവീസ് ഫെസിലിറ്റീസ് നോക്കുവാണെങ്കിൽ മെയിനായിട്ടും കോട്ടയം, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി എന്നീ സ്ഥലങ്ങളിലാണ് കേട്ടോ സെയിൽസും സർവീസും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ G2 സുസുക്കിയിലുള്ള എല്ലാ മോഡൽസിൻ്റെയും ഓഫേഴ്സ് അതുപോലെ തന്നെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ബൈക്സിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെയും ഒക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഒരു മാസം തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ തന്നെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും G2 സുസുക്കി വിസിറ്റ് ചെയ്യുക. ബിക്കോസ് നല്ല രീതിയിലുള്ള ഓഫേഴ്സാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. കാരണം അടുത്ത വർഷത്തോട് കൂടിയിട്ട് പ്രൈസ് ഹൈക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ വണ്ടി നോക്കുന്നവർക്ക് എന്തായാലും ബെസ്റ്റ് ടൈം തന്നെയാണ്. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയറോട് ചെയ്യുക കേട്ടോ. താങ്ക്